നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഒരു 3-4 കയ്യിൽ നല്ല ചൂടുള്ള സാമ്പാറിലങ്ങനെ മുക്കി അതിൻ്റെ മേലെ കുറച്ച് ചട്നിയും ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം പച്ചക്കറികളൊന്നും ഇല്ലാതെ സവാളയും തക്കാളി മാത്രം ചേർത്തിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ശോഭാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ 3 സവാളയും 3 തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പരിപ്പ് വേവിച്ചതും കൂടി വേണം, അത് വേവിച്ച് റെഡിയാക്കി വെക്കണം. ഒരു പാൻ ചൂടാക്കി 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, മുളക്, കരിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാളയും ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഉപ്പ് ചേർക്കുമ്പോൾ സവാള നന്നായിട്ട് വേഗം വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഇതുപോലെ ഇങ്ങനെ വെന്തുടയാൻ തുടങ്ങും. 10 സ്പൂൺ വെച്ചൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് എല്ലാ പൊടികളും നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. മഞ്ഞൾപ്പൊടി ഞാൻ വിട്ടുപോയി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാ പൊടികളും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും അടച്ചു വെച്ചിട്ട് ആ പുളിവെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേവിച്ചിട്ടുള്ള പരിപ്പ് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. 1 ടീസ്പൂൺ പൊടിച്ച ശർക്കരയും കൂടെ ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. എന്നാൽ വല്ലാതെ കുറുകുകയും ചെയ്യരുത്, കാരണം ഇത് ചൂടാറുമ്പോൾ ഇരുന്ന് കുറച്ച് കുറുകും. അപ്പോൾ ഒന്ന് തിളച്ച് കുറുകിയതിന് ശേഷം നമുക്കതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ മല്ലിയുടെ ഇല ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്താൽ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാർ റെഡിയായി. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഇങ്ങനെ സാമ്പാറിൽ ഇങ്ങനെ മുക്കി അതിൻ്റെ മേലെ കുറച്ച് ചട്നിയും കൂടി ഒഴിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു തേങ്ങാ ചട്നിയും കൂടെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.